സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നേരിടാൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. നിലവിൽ GDP-യുടെ 0.64% ഇന്ത്യയുടെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള ചെലവ് ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കുറവാണ്. ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നിലാണ് ഇത് ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഹ്വാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്ന് പ്രതീക്ഷയിലാണ്. എന്നിരുന്നാലും യഥാർത്ഥ പ്രശ്നം മൊത്തം ഫണ്ടിങ്ങിലല്ല, മറിച്ച് അത് ഗവേഷകരെ എത്രത്തോളം ഫലപ്രദമായി ശാക്തീകരിക്കുന്നു എന്നതിലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 4000-ലധികം ഗവേഷകരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2020 മാത്രം 1 ദശലക്ഷം ആളുകൾക്ക് 260 ഗവേഷകർ മാത്രമുള്ള ആളോഹരി കാഴ്ചപ്പാട് ഫണ്ടിംഗ് വെല്ലുവിളികളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് നൽകുന്നത്. ഫലപ്രദമായ ഗവേഷണം നടത്താൻ ആവശ്യമായ വിഭവങ്ങൾ ഇന്ത്യയിൽ പരിമിതമാണ്. ഫണ്ട് വിതരണത്തിലെ കാലതാമസം പലപ്പോഴും വർഷങ്ങൾ നീണ്ടു നിൽക്കുകയും ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള ഫെലോഷിപ്പുകളെ ബാധിക്കുകയും ചെയ്യുന്നത് ഗവേഷണ സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഗവേഷണത്തിലുള്ള ആവശ്യവാങ്ങലുകൾ വൈകിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാര്യക്ഷമതയില്ലായ്മ ഉപയോഗശൂന്യമായ ഫണ്ടുകൾ തിരികെ നൽകുന്നതിനോ കുറയ്ക്കുന്നതിനോ കാരണമാക്കുന്നുണ്ട് എന്ന് ചിദംബരം എടുത്തു പറഞ്ഞു.